ആ ഒരു വിധി കൊടുത്തല്ലോ, വിധി പുറപ്പെടുവിച്ചല്ലോ, അതിനെപ്പറ്റി എന്താ പറയുക? അത് കമൻറ്റ് ചെയ്യാനുള്ള ഒരു അധികാരവും ആസ് എൻ അഡ്വക്കേറ്റ് എനിക്കുമില്ല, ഒരു അഡ്വക്കേറ്റും ഇല്ല. ബിക്കോസ് എൻ്റെ സാറ് വിനീത് സാറാണ് ഇത് പ്രോസിക്യൂഷൻ ഹാൻഡിൽ ചെയ്തത്. വിനീത് സാറ് ഹാൻഡിൽ ചെയ്തത് ആ കേസിൻ്റെ മെറിറ്റ്സ് വെച്ചിട്ടാണ്. ഓപ്പോസിറ്റ് ആരാണോ വരച്ചത് അവരും കേസിൻ്റെ മെറിറ്റ്സ് വെച്ചിട്ടാണ്. ഇതിൽ ജഡ്ജ് തീരുമാനം എടുക്കുന്നത് അത് ആ കോടതിയെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുന്നതാണ് ശരിക്കും ചെയ്യാറ്. അതിനെ കമൻറ്റ് ചെയ്ത് ഇത് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു, എനിക്കെന്ത് തോന്നുന്നു, ഒരാൾ പല്ല് തേച്ചു നിങ്ങളുടെ വായി വൃത്തിയായോ, ഇല്ല അയാൾ പല്ല് തേച്ചാൽ അയാൾക്കേ വൃത്തിയാവും. സോ വാട്ട് ഹാപ്പൻസ് ടു ഹിം ഓർ ഹർ, അത് നമ്മൾ കമൻറ്റ് ചെയ്യാനുള്ള ഒരു അധികാരമില്ല. അതുകൊണ്ട് ആസ് എൻ അഡ്വക്കേറ്റ് ഐ വിൽ റിഫ്രെയിൻ ഫ്രം എനി കമൻറ്റ്സ്. ജസ്റ്റിസ് പ്രിവെയിൽ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നത് പോലെ പല ആൾക്കാർക്കും ഇത് ജസ്റ്റിസ് ആണെന്ന് തോന്നുന്നു, ചില ആൾക്കാർക്ക് ജസ്റ്റിസ് അല്ലാന്ന് തോന്നുന്നു. ആണെന്ന് തോന്നുന്ന ആൾക്കാർക്ക് ഇത് നല്ല വിധിയാണ്, അല്ലാന്ന് തോന്നുന്ന ആൾക്കാർ അപ്പീലിൽ പോകും. അത്രയേ ഉള്ളൂ. ജഡ്ജ്മെൻറ്റ് മാറില്ല. പ്ലീസ് ഡോണ്ട് ടെൽ എനിവൺ ദ ജഡ്ജ്മെൻറ്റ് മാറുന്നു. ജഡ്ജ്മെൻറ്റിന് ഹൈക്കോടതിയിൽ അപ്പീൽ റാറ്റിഫിക്കേഷന് പോകും, അപ്പീൽ അല്ലെങ്കിൽ റാറ്റിഫിക്കേഷന് പോകും. ഹൈക്കോടതി ശരിവച്ചാൽ മാത്രമേ ഒരു ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് സെഷൻസ് കോടതിക്ക് ചെയ്യാനുള്ള അധികാരമില്ല. അങ്ങനെ റാറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ തൂക്കിക്കൊല്ലാൻ പറ്റുള്ളൂ. അപ്പോൾ ആ റാറ്റിഫിക്കേഷന് പോവുകയോ ഇവർ അപ്പീലിന് പോവുകയോ ചെയ്യും. ഈ അപ്പീലിന് ഇവർ മെറിറ്റ്സ് നോക്കിയിട്ട് അവിടെ ജഡ്ജ് തീരുമാനിക്കുന്നതനുസരിച്ചിരിക്കും. അത് കഴിഞ്ഞ് വേണമെങ്കിൽ സുപ്രീം കോടതിയിലേക്ക് അപ്പീൽ പോവാം, അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ പ്രസിഡന്റ് ദയാഹർജിക്ക് പോവാം. വിൽ ഹാവ് വെയിറ്റ് ആൻഡ് സീ. 27 പേരെ കൊന്ന ഒരു കേസിൽ ഒരു ലേഡി അകത്തിപ്പോഴും കിടക്കും. അത് വിധി ഇതായിട്ടില്ല, ദയാഹർജിക്ക് കൊടുത്തു. ഇറ്റ് വിൽ ഹാപ്പൻ. കാരണം ഒരു സ്പെയർ ഓഫ് ദ മൊമെൻറ്റ് ആ ലേഡി എന്താണോ തെറ്റ് ചെയ്തത്, ആ തെറ്റ് ചെയ്തതിൻ്റെ മെറിറ്റ്സിന് എന്താണെന്ന് നോക്കി അത് ശരിയും തെറ്റും മെൻസ്ട്രി എല്ലാം നോക്കിയിട്ട് ഒരു കോടതി തീരുമാനിച്ചു. അതിൻ്റെ ഹൈക്കോടതിയിൽ പോയി, ഹൈക്കോടതിയിൽ നിന്ന് സുപ്രീം കോടതിയിലേക്ക് പോയി. ആ സുപ്രീം കോടതിന് ദയാഹർജിയും കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ. നമ്മൾ വിചാരിക്കുന്നത് വളരെ സിമ്പിളായിട്ട് ഒരാളെ തൂക്കിക്കൊല്ലാം, ഇല്ല, അങ്ങനെയൊന്നുമില്ല. ഈ 3 പേരെ കൊന്നിട്ട് രണ്ടാമര കേസുണ്ട്. രണ്ടാമര അതിൽ സാറിൻ്റെ ഒരു അഭിപ്രായത്തിൽ എങ്ങനെയായിരിക്കും അതിൻ്റെ ഒന്ന് ഞാൻ സ്ഥിരമായിട്ട് കൊല്ലുന്ന കോമൺ മാൻ കൊല്ലാൻ വേണ്ടി നടക്കുന്ന ആൾ. ഞാൻ വെജിറ്റേറിയൻ കൂടിയാണ്. ഈ മറ്റേ കോഴീനെയോ അല്ലെങ്കിൽ ആടിനെയോ ഒക്കെ കൊല്ലുന്ന ആൾക്കാർക്കാണെങ്കിൽ അറ്റ്ലീസ്റ്റ് കൊല്ലുന്ന എന്താ ഫീലിംഗ് എന്നെങ്കിലും അറിയാം. ഞാൻ വെറുതെ ഒരു വെജിറ്റേറിയനാണ്. അപ്പോൾ 3 കൊല ചെയ്ത ആളുടെ മനസ്സിലെ ഫീലിംഗ് എന്തായിരിക്കും എന്നുള്ളത് അയാൾക്കേ അറിയും. അത് ഞാൻ കമൻറ്റ് ചെയ്യാനുള്ള ഒരാളല്ല. ബട്ട് സ്റ്റിൽ നിയമവ്യവസ്ഥ അനുസരിച്ച് ആ കേസിൻ്റെ മെറിറ്റ്സിൽ എന്താണോ പ്രൂവ് ആകുന്നത് അതനുസരിച്ചിട്ടാണ് നമുക്ക് എപ്പോഴും വിധി വരിക. അതായത് കൾപ്പബിൾ ഹോമിസൈഡ് നോട്ട് അമൗണ്ടിങ് ടു മർഡർ ആവാം, കൾപ്പബിൾ ഹോമിസൈഡ് അമൗണ്ടിങ് ടു മർഡർ ആവാം, ഇല്ല പ്രീ മെഡിറ്റേറ്റഡ് മർഡർ ആവാം, അല്ലെങ്കിൽ അബറ്റ്മെൻറ്റിൻ്റെ കേസാവാം, വേറൊരാൾ പറഞ്ഞിട്ട് പ്രേരിപ്പിച്ച് കൊന്നതാവാം, സ്വന്തമായിട്ട് തീരുമാനിച്ചു കൊന്നതാവാം, റിവെഞ്ച് ആവാം, അല്ലെങ്കിൽ വെള്ളമടിച്ചിട്ട് ഈ ജനറൽ എക്സെപ്ഷൻസിൻ്റെ ബേസിസിലുള്ള പോലെയാവാം, എന്തുമാവാം. ഇത് എന്തിൻ്റെ ബേസിസിൽ ഞാൻ ആ കേസ് വായിക്കാതെ അല്ലെങ്കിൽ പഠിക്കാതെ ഞാനിങ്ങനെ എന്ന് പറയുന്നു അല്ല എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ അയാൾ ഡെലിവറീസ് ആണെന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ, അയാൾ ഭ്രാന്താണെന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അയാൾ മെൻ്റലി ഫിറ്റ് അല്ല എന്ന് പറയുകയാണെങ്കിൽ എന്ത് ചെയ്യും? പക്ഷെ അയാൾ ഭ്രാന്തല്ല, അയാൾ പൂർണ്ണ ബോധത്തോടാണ് പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാര്യം വേറെ. ഭ്രാന്താണെങ്കിൽ എന്ത് ചെയ്യും? അയാൾ ഭ്രാന്താശുപത്രിയിലേക്ക് വിടാനേ പറ്റുള്ളൂ. ഈ ഭ്രാന്ത് എന്ന് പറഞ്ഞ സിറ്റുവേഷനും വളരെ സ്ട്രേഞ്ച് ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണ്. അവരുടെ ലോകത്ത് അവർ ശരിയാണ്. ഒരു ഭ്രാന്തന് അവന് കാണുന്നതെല്ലാം അവൻ്റെ സത്യമാണ്, നമുക്കത് കാണുന്നില്ല എന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് അവനെ ഭ്രാന്തൻ എന്ന് വിളിക്കുന്നത്. അയാളുടെ കണ്ണിലൂടെ നോക്കിക്കഴിഞ്ഞാൽ പ്രോബ്ലി ഇറ്റ് ഇസ് എ വെരി ബ്യൂട്ടിഫുൾ വേൾഡ്. അയാൾ സ്വന്തം ഞാനൊരു കടുവ എന്ന് പറഞ്ഞിട്ട് നടക്കുന്ന ഒരാളാണ്. അതിൽ വലിയ വലിയ ആക്ട്രസസിനെ കല്യാണം കഴിച്ചു കുട്ടികളുണ്ടെന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരുണ്ട് നമ്മുടെ ഇതിൽ തന്നെ. ഞാൻ മെൻ്റൽ ഹെൽത്തിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയത് ഈവൻ MSc ഒക്കെ ചെയ്യുന്നതിന് മുന്നെയാണ്. ഞാൻ റോഡ് ട്രാക്കിൽ ഉണ്ടായിരുന്ന സമയം തൊട്ട് മെൻ്റൽ ഹോസ്പിറ്റലിൽ ചെന്ന് അവർക്ക് നാരങ്ങാമുട്ടായും അല്ലെങ്കിൽ അവർക്കുള്ള സർവീസും ആർക്കെങ്കിലും പൈസ ഇല്ലാന്നുണ്ടെങ്കിൽ അവർ വീട്ടിലേക്ക് കൊണ്ടുവിടാനൊക്കെ ഞങ്ങൾ ക്ലബ് സർവീസായിട്ടൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുള്ളതാണ്. സോ അവിടെ നടക്കുന്ന സിറ്റുവേഷനും അവിടുത്തെ കണ്ടീഷനൊക്കെ നന്നായിട്ട് അറിയാം. ലോകത്തിൽ നമ്മൾ ഈ പറയുന്ന ആരാൻ്റമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ചാൽ കാണാൻ നല്ല ചേലാണെന്നൊക്കെ പറയുന്ന വരികളുണ്ട്. ഒരിക്കൽ പോലും ശത്രുവിന് പോലും വരാൻ പാടില്ലാത്തൊരു രോഗമാണ് ഭ്രാന്തെന്ന്. ബിക്കോസ് അത്രയ്ക്ക് ദയനീയമാണ്. കാരണം പൂർണ്ണമായിട്ട് മാറിയാൽ പോലും ഈ സൊസൈറ്റി അക്സെപ്റ്റ് ചെയ്യാൻ പോകുന്നില്ല. ചെറിയ അബറേഷൻ ഉണ്ടെങ്കിൽ പോലും ആൾക്കാർ ഓസ്ട്രസൈസ് ചെയ്ത് അവരെ മാനം കെടുത്തി അവരെ ഇനി നാറ്റിക്കാനൊന്നും ഉണ്ടാവില്ല. എന്നിട്ട് ഹെറിഡിറ്ററി എന്ന് പറഞ്ഞാൽ അവരുടെ കുടുംബത്തിനെ ദ്രോഹിക്കാം. ഈ സൊസൈറ്റി തന്നെയാണ് ചെയ്യുന്നത്. ഇതൊന്നും ക്രൈമല്ലേ? നമ്മൾ കൊല മാത്രമാണ് ക്രൈം എന്ന് പറയുന്നത്. ഇങ്ങനെ ദ്രോഹിക്കുന്ന ആൾക്കാരുണ്ട്, ഈ കമൻറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. നിങ്ങൾ ആരെങ്കിലും ചോദിച്ചോ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കമൻറ്റ് ചെയ്തെന്ന് ചോദിച്ചോ? നിങ്ങൾ ആ കമൻറ്റ് നോക്കിയിട്ട് ഡിലീറ്റ് ചെയ്തു ഇല്ലല്ലോ. അത് നിങ്ങൾക്ക് റീച്ച് ആവും എന്നുള്ളൊരു ധൈര്യമുണ്ട്. ഈ മോശം കമൻ്റ് ആയാലും കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നതോടെന്തായാലും ഈ ക്രൈം വളരെയധികം ചെയ്യും.
എവിടെയാണ് ഫസ്റ്റ് സ്റ്റെപ്പ്? യു ഷുഡ് ഹാവ് എ കൺട്രോൾ. നിങ്ങളുടെ യൂട്യൂബ് ചാനലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൺട്രോൾ ഉണ്ടാവണം. നിങ്ങളാണ് അഡ്മിൻ. നിങ്ങൾ തീരുമാനിക്കണം ഇത്തരം വീഡിയോയോ അല്ലെങ്കിൽ ഇത്തരം കമൻറ്റോ ഞങ്ങൾ പ്രൊമോട്ട് ചെയ്യില്ല എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇവരെവിടെ പോയി എഴുതും? ഫേസ്ബുക്കിലോ? സോ ദാറ്റ് ഡിപ്പെൻസ് ഓൺ അവരവരുടെ റെസ്പോൺസിബിലിറ്റി. ആ റെസ്പോൺസിബിലിറ്റി എന്തായാലും ആരെടുക്കുന്നു അവർക്ക് നല്ലത്. ഞങ്ങൾക്ക് ബോറടിച്ചു സ്റ്റേജിൽ പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരാറുണ്ട്. ഞാൻ പറഞ്ഞില്ല, എനിക്ക് പ്രസംഗിക്കാൻ അറിയില്ല. പിന്നെ ഇങ്ങനെ തള്ളി വിട്ടു. ഞാൻ പുറകോട്ട് പോയില്ലല്ലോ, ഞാൻ മുന്നോട്ട് പ്രസംഗിച്ചില്ലേ. അത് തന്നെ എന്നെക്കൊണ്ട് പറ്റും എന്ന് പറഞ്ഞ് പറ്റൂല ഞാൻ പറഞ്ഞാലും നിന്നെക്കൊണ്ട് പറ്റും. അപ്പോൾ ആ ഒരു എൻ്റെ ആ ഒരു വിശ്വാസമാണ് ഞാൻ ഇന്ന് ആ സ്റ്റേജിൽ ഭക്ഷണം കുക്ക് തരാറുണ്ട്. ഏതാ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട എന്താ? എന്നു വെച്ചാൽ ഏട്ടനിങ്ങനെ സ്വീറ്റ്സൊക്കെ ഉണ്ടാക്കി. അതൊക്കെ ഇഷ്ടമാണ്. കേസരി ചേച്ചി ഉണ്ടാക്കുന്ന ചേട്ടന് ഏതാണ് ഇഷ്ടം? അത് ഏട്ടന് നീർദോശ. നീർദോശ ഒരു ചുവന്ന ചമ്മന്തി സ്പെഷ്യലിസ്റ്റ്. സാറിന് മേം ഉണ്ടാക്കി തരുന്ന എന്താ ഏറ്റവും കൂടുതൽ? അതാ നീർദോശയും ചുവന്ന ചമ്മന്തി. ഡെയിലി നീർദോശയാണ് വീട്ടിൽ? അങ്ങനല്ല, ഡെയിലി കഴിക്കുന്ന ആളുമല്ലേ ഏട്ടനായിട്ടിനെ വാർക്കുന്നു. നമ്മൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഏട്ടൻ എറണാകുളം പാല ഇങ്ങനെയായിരുന്നു. അപ്പോൾ കിട്ടുന്ന ദിവസം ഹാപ്പി ആയിട്ട് പോകും. ഒരു കുഴപ്പമില്ല.